ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഓണപരീക്ഷയൊക്കെ കടന്നു വരികയാണല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ കെമിസ്ട്രിയുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതായിരുന്നു? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്താണ്? നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പീരിയോഡിക് ടേബിൾ നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെറ്റൽ ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പം ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഏതാ? ഫസ്റ്റത്തെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ആദ്യത്തെ ഈ രണ്ട് ഗ്രൂപ്പുകളാണ് എന്ത് വരുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നത്. അടുത്തത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അത് കഴിഞ്ഞിട്ടുള്ളത് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഈ മൂന്ന് ബ്ലോക്കുകളും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട്? ഒരു പീരിയോഡിക് ടേബിളിലുള്ള ഗ്രൂപ്പുകളുടെ എണ്ണമാണ് 18, അഥവാ 18 ഗ്രൂപ്പ്സാണ് ഒരു പീരിയോഡിക് ടേബിളിലുള്ളത്. അതുപോലെ തന്നെ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ടല്ലേ, ആ ഓരോ ഗ്രൂപ്പിൻ്റെയും പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. അതുകൂടാതെ തന്നെ ഓരോ ഷെല്ലായിട്ടാണല്ലോ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഒരു അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൂടാണ്ട് ഷെല്ലിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സോഡിയം ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് തന്നു. ആ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 1. കാരണം എന്താ? അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ ഷെല്ലിൽ 8, അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലിൽ 1. അങ്ങനെ 2, 8, 1 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അടുത്തത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയുണ്ട്? വേറെ ഷെൽസ് ഉണ്ടല്ലേ, അതിന് നമ്മൾ സബ് ഷെൽ എന്ന് പറയുന്നു. ആ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് സാധിക്കണം. 1s2, 2s2, 3s2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട. ഇപ്പം നിങ്ങൾക്കൊരു അറ്റോമിക് നമ്പർ, ഒരു 24 അറ്റോമിക് നമ്പർ തന്നു. ആ ഒരു എലമെൻറ്റ് ഏതാ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എലമെൻറ്റ് അറിയാണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിനകത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് ഏതാ ബ്ലോക്ക് എന്ന് എഴുതാൻ പറ്റും. അത് ഏത് ബ്ലോക്കിലാണ്? എസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ, ഏത് ബ്ലോക്കിലാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എന്താ എഴുതാൻ പറ്റും? എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കും. എത്ര ഗ്രൂപ്പ് ഉണ്ട്, അത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ചോദിക്കും. ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ 2 എലമെൻറ്റ്സ് ആണെങ്കിൽ എന്താ? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നെയായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതുപോലെ തന്നെ ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും എലമെൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ നമ്പർ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പീരിയഡ് നമ്പർ എങ്ങനെ എഴുതാം? ഇപ്പം 1s2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ് 1s2 നമ്മൾ എഴുതുക. ഇപ്പം അതിനകത്ത് ആ 1 സൂചിപ്പിക്കുന്ന എന്തിനാ? അത് ഏത് പീരിയഡിലാണെന്നുള്ളത്. അതുപോലെ തന്നെ 2s2 2 ആണെങ്കിൽ ഏത് പീരീഡാ? രണ്ടാമത്തെ പീരീഡ്. അങ്ങനെ നമുക്ക് ഓരോ പീരീഡും ഏതാണെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ്, അതിൽ പീരിയോഡിക് ടേബിളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നതാണ് കോപ്പറും ക്രോമിയവും. ഈ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എനർജി അനുസരിച്ച് ഓരോ ഇലക്ട്രോൺസിനെയും എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റിൻ്റെ, അതായത് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കില്ല ക്രോമിയത്തിന്. അതായത് ഇതിന് തമ്മിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള എലമെൻറ്റ്സിന് വെച്ച് നോക്കുമ്പോൾ ഇതിന് രണ്ടിനും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി അറിഞ്ഞിരിക്കാം. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു
അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് എന്ത് അറിയണം നിങ്ങൾ? എസ് ബ്ലോക്ക് ആണോ, പി ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണോ, എഫ് ബ്ലോക്ക് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിലും, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ. പിന്നെ ഉള്ളത് നിങ്ങൾ ഒരെണ്ണം പഠിക്കുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക? ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെൻറ്റ് മാത്രം തന്നിട്ട് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിക്കില്ല. ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെൻറ്റിൻ്റെ എന്ത് തന്നിട്ടുണ്ടാവും? ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് എല്ലാവർക്കും അറിയാലോ അത് ഏതാണ് അതിൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. അത് കൂടാണ്ട് കെമിക്കൽ ഫോർമുല, ഇപ്പോൾ ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് തന്നെന്ന് വിചാരിച്ചോ, എക്സ് എന്ന് മാത്രം തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സും ഒരു ക്ലോറൈഡ് ഗ്രൂപ്പും കൂടെ ചേരുമ്പോൾ ഉള്ള ഇലക്ട്രോണിക് കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? HCl2 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എന്താ ഒരു കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കാം. അടുത്തത് ഇതിനകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? n = 1, 2, 3, 4 ഇതൊക്കെ എന്താ ഓരോ ഷെൽസിൻ്റെ നമ്പറാണല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സബ്ഷെല്ല് 1, n = 1 ആണെങ്കിൽ എത്ര സബ്ഷെല്ല? 1s. 2 ആണെങ്കിൽ എസും പിയും വരും. 3 ആണെങ്കിലോ SP, D വരും. 4 ആണെങ്കിൽ SP, DF വരും. അപ്പം അതെന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു സബ്ഷെല്ലുള്ള ഒരു എലമെൻറ്റിന് എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു ഷെല്ലിൽ കൊള്ളുക? എത്രയാ? 2. ഇപ്പോൾ 2 ആണെങ്കിൽ അവിടെയുള്ളത് മെയിനായിട്ട് രണ്ട് ഒരു എസ് 1s-ലാണെങ്കിൽ 2 ആയിരിക്കും. പിന്നെ പി സബ്ഷെല്ലിലാണെങ്കിൽ 6 ആയിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ടോട്ടൽ 8. അങ്ങനെ നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക? ഓരോ സബ്ഷെല്ലിലും കൊള്ളുന്ന ഇലക്ട്രോൺസ് എത്രയാണെന്ന് ഒന്നറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിൽ പറ്റില്ലാത്ത ഒരു സബ്ഷെല്ല് എന്ന് വെച്ചാൽ സാധ്യമാവാത്തൊരു സബ്ഷെൽ ഏതാണ്? 1s നമുക്കറിയാം പോസിബിളാണ്, 2p പോസിബിളാണ്, അടുത്തത് 4d പോസിബിളാണ്, 3f പോസിബിളാണോ? ഒന്ന് നോക്കിക്കേ. ഈ ഒരു ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എഫ് ഉണ്ടോ, ഈ സബ്ഷെല്ലിൽ എഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 3f പോസിബിൾ അല്ല. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് പോവാം. അടുത്തത്, എത്ര ഇലക്ട്രോൺസിനെയാണ് ഓരോ ഷെല്ലിലും കൊള്ളാൻ പറ്റുന്നത്? ആ ഒരു ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഷെല്ലിൽ നിന്ന് സബ്ഷെല്ലിൽ നിന്നുള്ള ഒരു ഐഡിയയിലോട്ട് നമ്മൾ വന്നത് തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ഓർഡർ ഓഫ് ഫില്ലിംഗ് ദ സബ്ഷെൽ. ഓരോ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും? അതായത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യുക? 1s-ലാണ് അല്ലേ. പിന്നെ ഉള്ളതാണ് 2s, 2p, 3s, 3p, 4s, 4d. ഇത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തതിനനുസരിച്ച് അതിൻ്റെ എന്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് എനർജി, അതായത് ഓരോ സബ്ഷെല്ലിൻ്റെ എനർജി കൂടുന്നതനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യുക. നോക്കിക്കേ, 1s, 2s, 3s, 2p, 4s, 3p, 5s, അങ്ങനെ ഇതിങ്ങനെ വരുന്നത്. 1s, 2s, 2p, 3s, 4s, 3p, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? എന്ത് മനസ്സിലാക്കി വെക്കുക? ഓരോ എനർജി എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് എഴുതുക. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, ഇത്ര നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ എഫ് ബ്ലോക്കിന് വേറൊരു പേര് പറയും. എഫ് ബ്ലോക്കിന് എന്താ പേര് പറയുന്നത്? ആ ഒരു പേരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കണ്ടേ? ഫസ്റ്റ് ആദ്യം ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പഠിക്കുക. പിന്നെ അതിൽ നിന്ന് ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിക്കുക. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഓരോന്നിൻ്റെ എനർജി ലെവൽസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്തതാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അടുത്ത ചാപ്റ്റർ കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്
ആ 3 ലോസ് ഏതൊക്കെയായിരുന്നു? ആ 3 ലോസ് ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ, ചാൾസ് ലോ. പിന്നെ ചാൾസ് ലോയിൽ അതിൻ്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ട്, വോളിയവും ടെമ്പറേച്ചറും. ചിലപ്പം ഒന്ന് തരും ഒന്ന് തരില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് എഴുതാൻ വേണ്ടി സാധിക്കണം. ഇത് 3 നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒന്നിനെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരെണ്ണം ഒരു ലോ ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അടുത്തത് GAM GMM, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എലമെൻ്റ് തന്നിട്ട്, അതായത് GAM അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് എന്തും ചോദിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് ചോദിക്കാം. ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അടുത്തത് കാൽക്കുലേറ്റ് GMM, മോളിക്കുലർ മാസ്. നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ടിരിക്കുമ്പോൾ ഒരു ആറ്റമാണ്. ഒന്നിൽ കൂടുതൽ ആറ്റംസ് വരുമ്പോൾ അത് മോളിക്യൂൾസാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂൾസിൻ്റെ GMM, ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. അടുത്താണ് വോളിയം അറ്റ് STP, അതായത് ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ പ്രഷറിൽ ഉള്ള വോളിയം എത്ര? 22.4 ആണ്. അതെന്ത് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്താണ് നമ്പർ ഓഫ് മോൾസ്. ഒരു നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ഒന്നിൽ ഗിവൺ മാസ് ബൈ GAM അല്ലെങ്കിൽ GMM, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. പിന്നെ നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻ ടൈപ്പ് ഞാൻ എങ്ങനെയൊക്കെ വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക, ആൻസർ ചെയ്യുക. അടുത്ത ചാപ്റ്ററാണ് റിയാക്ടിവിറ്റി CS ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി അഥവാ വൈദ്യുത രസതന്ത്രം. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിക്കുന്നത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി നമ്മൾ കണ്ടതാണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പൊട്ടാസ്യത്തിൽ നിന്ന് തുടങ്ങി ഗോൾഡ് വരെയുള്ള ഒരു ക്രിയാശീല ശ്രേണി. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ നിങ്ങൾക്ക് കോഡൊക്കെ പറഞ്ഞു തന്നാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ചോദ്യം ചോദിക്കും. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കുറച്ച് എലമെൻറ്റ്സ് വന്നിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത് ഏതിലാണ്? നമുക്കറിയാം മേലെയുള്ള കുറച്ച് എലമെൻറ്റ്സ് അല്ലെ, പൊട്ടാസ്യം, സോഡിയം, ഇതൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു റിയാക്ഷൻ ശ്രേണി അനുസരിച്ച് നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ. ആ ഒരു ആദേശ രാസപ്രവർത്തനങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ അത്യാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചിരിക്കുക. ഒരു റിയാക്ഷൻ, ഏറ്റവും കൂടുതൽ റിയാക്ഷൻ, ഇപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്ന ഏതിലാണെന്ന് പഠിച്ചു വെക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങളത് പഠിച്ചു വെക്കാം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒക്കെ വളരെ സിമ്പിളാണ്. ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ മേലെ നമുക്കൊരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാവും. ഇതിൽ നിന്ന് ഏതിലോട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പം നന്നായിട്ട് പഠിക്കാൻ മക്കളെ. 1, 2, 3ാമത്തെ ചാപ്റ്റർ പകുതി വരെയാണ് നമുക്ക് എക്സാം. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ.